കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ ആഴക്കടലിൽ ആക്രമിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ ബോട്ടുകാരാണ് മത്സ്യത്തൊഴിലാളികളെ ആക്രമിച്ചത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് ശക്തികുളങ്ങര ഹാർബറിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയ 6ഓളം ബോട്ടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ അടങ്ങിയ ബോട്ടുകളാണ് കേരളത്തിൽ നിന്നുള്ള ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഇത് കാണുന്നത് പോലെ തന്നെ ചില്ലുകളും മറ്റുമൊക്കെ എറിഞ്ഞ് തകർക്കുകയും മേൽക്കൂരയിൽ ഇരുമ്പ് റോപ്പുകളും റബ്ബർ ബുഷുകളുമൊക്കെ എടുത്തെറിഞ്ഞാണ് ആക്രമണം നടത്തിയെന്നുള്ള ഒരു പരാതിയാണ് പറയുന്നത്. ഈ ആക്രമിക്കപ്പെട്ട ഒരു ബോട്ടിലെ സ്രാങ്ക് തന്നെ ചേരുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ തെക്കേ പണിക്കാ പോയത്. ഇവിടെ നിന്ന് 124 നോട്ടിക്കൽ മേൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തെക്കേ പണിഞ്ഞാറോട്ട് ഞങ്ങളുടെ തമിഴ്നാട്ട് കടലിൽ നിന്ന് കുളച്ച ഹാർബറിൽ നിന്ന് 61 നോട്ടിക്കൽ മേൽ പണിഞ്ഞാറാണ് ഈ പുല്ലം കിട്ടത്തുള്ളൂ. അവിടെ ഞങ്ങൾ പണിക്ക് പോയത്. കണവ പണിക്കൊന്നും പോയിട്ടില്ല. അവിടെ ഇന്നലെ വൈകുന്നേരം 4 മണിയാവുമ്പോൾ 10-40 കൂടുതലുണ്ടാവും ബോട്ട്. ഈ പച്ച ബോട്ടുകൾ അവിടെ വന്നിട്ട് ഞങ്ങൾ നീല ബോട്ടുകൾ ഒരു കാരണം വെച്ചാലും ഇവിടെ തെക്കോട്ട് പണിക്ക് വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അത് തന്നെ എന്താണ് അവരെങ്ങനെയാണ് ആക്രമിച്ചത്? ആദ്യം രണ്ടുപേരും ഒരു ബോട്ട് വന്ന് ഒരാളവിടെ ഒരു ബോട്ട് വന്ന് അവിടെ ചാരി ആ പൈപ്പെല്ലാം പൊട്ടിയായിരുന്നു. പിന്നെ മറ്റേ ഈയ കുണ്ടെടുത്താണ് മൊത്തം എറിഞ്ഞത്. ഈയ കുണ്ടും ബുസ്സും കൂടെ എടുത്ത് എറിഞ്ഞായിരുന്നു. ആദ്യം എറിഞ്ഞിട്ട് ഒരു ബോട്ട് ചാരി വീലസ് എല്ലാം പൊളിച്ചതിന് ശേഷം 6 ആൾ അങ്ങോട്ട് ചാടിയായിരുന്നു. ബോട്ടിനകത്ത് പൈപ്പുമായിട്ടാണ് ചാടിയത്. കയ്യിലും എല്ലാവരുടെ കയ്യിലും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ബോട്ടിനകത്ത് ചാടി വീലോസിന്റെ അകത്ത് കയറി എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ ക്ലാസ് പൊട്ടിക്കിടന്ന ക്ലാസ് എടുത്താണ് ഒരാളുടെ തലയിലും ഒരാളുടെ കളത്തിൽ കീറിട്ട് അവരുടെ ബോട്ടിൽ അവർ കയറിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ ആക്രമണം? ഇതിനു മുമ്പ് സംസാരിച്ച് ചീത്തവിളിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വലയെടുക്കാൻ പറഞ്ഞ വലയെടുത്തിട്ട് പോകും. ഞങ്ങൾ ഇത്രയും പണിഞ്ഞാറിൽ അവരൊന്നും ഇത്രയും ചെയ്യുമെന്ന് നമ്മൾ ഒരു പ്രദേശം ഇല്ലായിരുന്നു. എന്താണ് അവർ പറയുന്ന കാര്യം? എന്താണ് അത്? ആർക്ക് വേണോ മത്സ്യബന്ധനം നടത്താൻ അവകാശമുള്ള സ്ഥലമല്ലേ? ആർക്ക് വേണമെങ്കിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. അവർക്ക് ലൈസൻസ് ഇല്ല. നമുക്ക് ലൈസൻസ് ഉള്ള ബോട്ടുകൾ നമുക്കാ. സർക്കാരിന് നമ്മൾ ഓരോ കൊല്ലവും 55,000 രൂപ ഇവിടെ അടച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ലൈസൻസ് പേപ്പർ ഇല്ല, ഒന്നുമില്ലാത്ത ബോട്ടുകാരാ. യഥാർത്ഥമായിട്ട് നമ്മൾ പണിയെടുക്കാനുള്ള കടല. നിങ്ങൾ നീല ബോട്ടുകാർ അവിടെ വരാൻ പാടില്ല. കൊല്ലത്ത് നിന്ന് പോയ ബോട്ടുകൾക്ക് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്.